മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 17:1-2 വാക്യങ്ങളാണ്. ശ്രദ്ധിച്ചു. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്നരുളി ചെയ്തു. ആമേൻ. അബ്രഹാമിനോട് ദൈവം ഇടപെടുന്നത് 99-ാമത്തെ വയസ്സിലാണ്. ഒന്ന് ശ്രദ്ധിച്ച്. ഇതിൻ്റെ തൊട്ട് മുമ്പിൽ എപ്പോഴാണ് മിണ്ടുന്നത്? ഒരു 10-15 വർഷങ്ങൾക്ക് മുകളിൽ ദൈവം മിണ്ടിയിട്ടില്ല. ഇത്രയും വർഷങ്ങൾ മിണ്ടാതിരുന്നിട്ടും അവൻ ദൈവത്തിൻ്റെ കൂടെ നടക്കുകയാണ്. പക്ഷെ ഇവിടെ കർത്താവ് മിണ്ടുകയാണ്. ഞാൻ പറയുന്നതിൻ്റെ ഒരർത്ഥം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അപ്പോഴെല്ലാം ചില ദൈവശബ്ദങ്ങൾ വെളിപ്പെട്ടു വരും. അടുത്ത വർഷം ഇസഹാക്ക് ജനിക്കാൻ പോവാം. അതിൻ്റെ തൊട്ടു മുമ്പ് ദൈവം അബ്രഹാമിനെ സന്ദർശിക്കുന്നു, സാറയെ സന്ദർശിക്കുന്നു. ദൈവം എല്ലായിടത്തും ഇടപെടുകയാണ്. ചില ലോങ് ടൈമുകളായിട്ട് പ്രത്യേകിച്ച് ദൈവശബ്ദങ്ങളൊന്നും കിട്ടാതെ ഭാരപ്പെടുന്നൊരു വ്യക്തിയല്ലേ? ഈ ദിവസങ്ങളിൽ ചില ആഴമേറിയ ദൈവിക എൻകൗണ്ടറുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. കാരണം ദൈവത്തിന് നിങ്ങളുടെ ലൈഫിൽ പ്രവർത്തിക്കേണ്ട ഒരു ടൈമായിരിക്കുന്നു, ഒരു സീസൺ ആയിരിക്കുന്നു. ഒന്നും നടക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്തകളൊക്കെ മാറി തുടങ്ങുന്നു. ദൈവം നിങ്ങളുടെ ലൈഫിനകത്ത് സംസാരിച്ചു തുടങ്ങുന്നു. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, ഞാൻ എൽ ഷദായാണ്. എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനാകുക. എനിക്കും നിനക്കും മധ്യേ ഒരു നിയമം, എൻ്റെ നിയമം ഞാൻ സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. ഓ, അവിടെ അവൻ സാഷ്ടാംഗം വീണു. ഓൾമൈറ്റി ആയിട്ട് ദൈവം ഇറങ്ങുകയാണ്. എനിക്കെല്ലാം കഴിയുമെന്ന് പറഞ്ഞ് ദൈവം ഇറങ്ങുകയാണ്. ലോങ് ടൈമായിട്ട് ഒന്നും മിണ്ടാതിരുന്നിട്ട് പിന്നെ ഇറങ്ങുമ്പോൾ എൽ ഷദയായിട്ട് ഇറങ്ങുകയാണ്. അതെ, തീർന്നെന്നാ എല്ലാവരും പറഞ്ഞ് ഇല്ല, ഒരു വലിയ മാറ്റങ്ങളുടെ സമയമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ചില പ്രവൃത്തികളുടെ ടൈമായിരിക്കുന്നു. അതുകൊണ്ട് കുറച്ചും കൂടെ അലേർട്ടാകാൻ കർത്താവ് പറയുന്നു. കുറച്ചും കൂടെ നിഷ്കളങ്കരാകുക, എൻ്റെ മുമ്പേ നടക്കുക, ഞാൻ നിയമം സ്ഥാപിക്കും. കുറച്ചും കൂടെ പ്രാർത്ഥിക്കുക എന്നൊക്കെ അർത്ഥം. കുറച്ചും കൂടെ ഇൻറ്റിമസിയിലേക്ക് വരിക, കുറച്ചും കൂടെ അലേർട്ടാകുക. എൻ്റെ ജീവിതത്തിനകത്തും കർത്താവ് എന്നെ ഓരോ സമയത്ത് അടുത്ത ഒരു ആത്മതലത്തിലേക്ക് കയറ്റുന്നതിന് തൊട്ട് മുമ്പ് ഇന്നലകളിൽ നടത്തി വന്ന പ്രാർത്ഥനയുടെ ലെവലുകളെ വർദ്ധിപ്പിക്കാറുണ്ട്. ഇന്നലകളിൽ
ഉള്ള എൻ്റെ ജീവിതശൈലികളെ വീണ്ടും വീണ്ടും കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യുവാൻ കർത്താവ് പറയാറുണ്ട്. കാരണം ഒരു വലിയ ദൈവപദ്ധതിയെ ചുമക്കാൻ പോവുകയാണ്. നിങ്ങളെ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നുണ്ടോ? കുറച്ചും കൂടെ വചനത്തിലേക്ക് വരണം കർത്താവ് പറയുന്നുണ്ടോ? കുറച്ചും കൂടെ പ്രാർത്ഥനയ്ക്ക്, ആരാധനയ്ക്ക്, ആലയത്തിൽ ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ കർത്താവ് പറയുന്നുണ്ടോ? ഒരു സീസൺ ആകട്ടോ. ഇന്ന് ഈ വചനം കേൾക്കുന്നത് പോലും ഒരു സീസൺ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. യെസ്, പ്രാർത്ഥിക്കാം. നമുക്ക് ഈ വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഓരോ ദൈവപദ്ധതിയുടെയും മുമ്പാകെ അങ്ങ് ദൈവശബ്ദങ്ങളെ ഞങ്ങളിലേക്ക് അയക്കുന്നതിന് സ്തോത്രം ചെയ്യും. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കും. അവരുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സമയത്തെ അങ്ങ് തുറന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ദൈവമേ, അങ്ങയുടെ സന്ദർശനങ്ങൾ ഇവരിലേക്ക് വരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ചില ഇടപെടലുകൾ, ചില എൻകൗണ്ടറുകൾ അങ്ങ് അയക്കുന്നതിന് നന്ദി പറയും. പരിശുദ്ധാത്മാവ്, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കും. അല്പം കൂടെ അങ്ങയോട് അടുത്തിരിപ്പാൻ, അല്പം കൂടെ അങ്ങയുടെ പ്രസൻസിൽ, അങ്ങയുടെ ഇൻറ്റിമസിയിലേക്ക് അടുത്തു വരുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഇവരെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. എന്തൊക്കെയോ ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുൻപിലാണല്ലോ ഈ മക്കളായിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അതിനനുസരിച്ചുള്ളൊരു പ്രാർത്ഥന, അതിനനുസരിച്ചുള്ളൊരു ദൈവപ്രവൃത്തി, അതിനനുസരിച്ചുള്ളൊരു ദൈവത്തിൻ്റെ ഇടപെടൽ നിന്റെ മക്കളുടെ മേൽ കർത്താവ് നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഈ കുടുംബത്തെ അല്പം കൂടെ പരിശുദ്ധാത്മാവിലും വചനത്തിലും നിറച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ. ഇവർ ദൈവത്തിൻ്റെ സമയത്തിലൂടെ കടന്നു പോകുന്നല്ലോ. ദൈവത്തിന് വേണ്ടി അവരെ ഒരുക്കണമേ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും, ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.